മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമമഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. തേജസ്സിൽ യേശുവിൻ പൊന്മുഖം ഞാൻ കാണും, കാലമേറ്റം ആസന്നമേ. തേജസ്സിൽ യേശുവിൻ പൊന്മുഖം ഞാൻ കാണും, കാലമേറ്റം ആസന്നമേ. അതൻ ആശയേ, അതൻ ആനന്ദമേ, അതൻ പ്രത്യാശയിൻ പ്രഭാതമേ. അതൻ ആശയേ, അതൻ ആനന്ദമേ, അതൻ പ്രത്യാശയിൻ പ്രഭാതമേ. ഇന്ന് നമ്മോട് വചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് കർത്താവിൻ്റെ പ്രിയദാസൻ ജെയിംസൺ തോമസ് നെടുമ്പാശ്ശേരി. പ്രാർത്ഥനയോടെ ധ്യാനചിന്തകൾ നമുക്ക് ശ്രവിക്കാം. ഉൽപ്പത്തി പുസ്തകം 42 അധ്യായത്തിൽ നിന്ന് യോസഫിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആത്മീയന്റെ ലക്ഷണങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുകയായിരുന്നു. നാം ഓർത്തു നിർത്തിയത് ആത്മീയൻ തൻ്റെ ഉത്തരവാദിത്തം അവൻ നേരിട്ട് തന്നെ നിർവഹിക്കും എന്നുള്ളതാണ്. യോസഫ് തൻ്റെ ഉത്തരവാദിത്തങ്ങൾ ധാന്യവിൽപ്പനയോട് ബന്ധപ്പെട്ട് ക്ഷാമകാലത്ത് നിർവഹിച്ചതിലൂടെയാണ് നാം ആ വിഷയം ചിന്തിച്ചത്. അങ്ങ് ശ്രദ്ധിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഉൽപ്പത്തി പുസ്തകത്തെ അധികരിച്ചുള്ള 334 എപ്പിസോഡിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് നാം 3ാമത്തെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. യോസഫിനെ അടിസ്ഥാനപ്പെടുത്തി ആത്മീകൻ്റെ 3ാമത്തെ ലക്ഷണം എന്താണ്? അതിന് ഞാൻ ഇങ്ങനെ ഒരു തലക്കെട്ട് കൊടുക്കട്ടെ. ആത്മീകൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ നിർണയങ്ങൾ നിറവേറ്റപ്പെടും എന്ന് അവൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കും. നമ്മുടെ കർത്താവിനെ വിശ്വസിപ്പാൻ കഴിയുന്നത് ആത്മീകർക്കാണ്. പ്രാകൃത മനുഷ്യനെ സംബന്ധിച്ച്, രക്ഷിക്കപ്പെടാത്തവനെ സംബന്ധിച്ച് ദൈവവുമായിട്ട് ബന്ധമില്ല. എന്നാൽ ജഡികനായ വിശ്വാസിയെ സംബന്ധിച്ച് സാഹചര്യങ്ങൾക്കനുസരിച്ച് അവൻ ദൈവത്തെ വിശ്വസിക്കും. അവൻ്റെ ജീവിതത്തിൽ നല്ലത് വരുമ്പോൾ ദൈവം നല്ലവനാണെന്നും, അവൻ്റെ ജീവിതത്തിൽ ഒരുപക്ഷെ അവൻ ആഗ്രഹിക്കാത്ത ചില പ്രയാസങ്ങൾ വരുമ്പോൾ ദൈവം എന്നോട് എന്തിനത് ചെയ്തു എന്ന മട്ടിലും അവൻ ദൈവസന്നിധിയിൽ പ്രതികരിക്കും. അർത്ഥാൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് അവൻ ദൈവത്തെക്കുറിച്ച് വ്യത്യസ്തമായി ചിന്തിക്കുന്ന ജീവിതമുള്ളവനാണ്. എന്നാൽ കർത്താവ് ആഗ്രഹിക്കുന്നത് അതല്ല. നല്ല കാലമെന്ന് നാം പറയുന്ന സമയത്തും അല്ലെങ്കിൽ പ്രയാസമുള്ള സമയങ്ങളിലും കർത്താവിനെ നല്ലവനാണ് എന്ന് രുചിച്ചറിഞ്ഞ് ദൈവസന്നിധിയിൽ വിശ്വസ്തയോടുകൂടെ ദൈവിക നിർണയങ്ങൾക്കായി കാത്തിരിക്കുകയും ദൈവത്തെ വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരുവനെയാണ് സ്വർഗം പ്രതീക്ഷിക്കുന്നത്. ഇവിടെ യോസഫിനെ സംബന്ധിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യോസഫിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ നിർണയങ്ങൾ നിറവേറ്റപ്പെടുന്നത് കാണുവാൻ കഴിയുന്നു. 42 അധ്യായം ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 6-ാം വാക്യത്തിലും 9-ാം വാക്യത്തിലുമുള്ള പ്രയോഗങ്ങൾ ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കാം. 6-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: യോസഫിൻ്റെ സഹോദരന്മാരും വന്ന് യോസഫിനെ സാഷ്ടാംഗം നമസ്കരിച്ചു. യോസഫിൻ്റെ സഹോദരന്മാരും വന്ന് യോസഫിനെ സാഷ്ടാംഗം നമസ്കരിച്ചു. 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യോസഫ് അവരെക്കുറിച്ച് കണ്ടിരുന്ന സ്വപ്നങ്ങൾ ഓർത്ത് എന്ന് വായിക്കുന്നു. യോസഫ് അവരെക്കുറിച്ച് കണ്ടിരുന്ന സ്വപ്നങ്ങൾ ഓർത്ത്. ഇവിടെയാണ് വാസ്തവത്തിൽ ദൈവനിർണയത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന സംഭവം നടന്നിട്ടുള്ളത്. നമുക്കറിയാം, 37-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം വളരെ വ്യക്തമായി ദർശിക്കുവാൻ കഴിയുന്നതാണ്. 37-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ യോസഫ് കണ്ട സ്വപ്നത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം മുതൽ ശ്രദ്ധിച്ചാലും യോസഫ് ഒരു സ്വപ്നം കണ്ടു. അത് തൻ്റെ സഹോദരന്മാരോട് അറിയിച്ചതുകൊണ്ട് അവർ അവനെ പിന്നെയും അധികം പകച്ചു. അവൻ അവരോട് പറഞ്ഞത്: ഞാൻ കണ്ട സ്വപ്നം കേട്ടുകൊള്ളുവീൻ. നാം വയലിൽ കറ്റ കെട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ എൻ്റെ കറ്റ എഴുന്നേറ്റ് നിവർന്നു നിന്നു. നിങ്ങളുടെ കറ്റകൾ ചുറ്റും നിന്ന് എൻ്റെ കറ്റയെ നമസ്കരിച്ചു. 8-ാം വാക്യം: അവൻ്റെ സഹോദരന്മാർ അവനോട്: നീ ഞങ്ങളുടെ രാജാവാകുമോ? നീ ഞങ്ങളെ വാഴുമോ എന്ന് പറഞ്ഞു. അവൻ്റെ സ്വപ്നങ്ങൾ നിമിത്തവും അവൻ്റെ വാക്ക് നിമിത്തവും അവൻ പിന്നെയും അധികം ദ്വേഷിച്ചു. തുടർന്നും മറ്റൊരു സ്വപ്നത്തെക്കുറിച്ചും പറയുന്നുണ്ട്. എന്നാൽ നാം താഴേക്ക് വരുമ്പോൾ 11-ാം വാക്യത്തിൽ അവൻ്റെ സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നി എന്ന് രേഖപ്പെടുത്തിയതിനെ തുടർന്ന് അപ്പനോ
ഈ വാക്ക് മനസ്സിൽ സംഗ്രഹിച്ചു എന്ന് വളരെ വ്യക്തമായി ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത് അപ്പനായ യാക്കോബ് ഈ സ്വപ്നത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ 2 സ്വപ്നങ്ങളുണ്ട്, നാം ഒന്ന് മാത്രമേ പരാമർശിച്ചുള്ളൂ. അപ്പനായ യാക്കോബ് ഇത് ഹൃദയത്തിൽ സംഗ്രഹിച്ചു. എന്നാൽ അനാത്മികരുടെ ചിത്രമായ ഈ സഹോദരന്മാർ അവർ യോസഫിനോട് കൂടുതൽ അസൂയുള്ളവരായും കൂടുതൽ പകയുള്ളവരായും തീരുന്ന ചരിത്രമാണ് കാണുവാൻ കഴിയുന്നത്. എന്നാൽ ആരെല്ലാം എതിർത്താലും, ആരെല്ലാം പകച്ചാലും, ആരെല്ലാം അസൂയയോട് പ്രവർത്തിച്ചാലും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ നിർണയങ്ങൾ ആത്മീകൻ്റെ ജീവിതത്തിൽ നിറവേറ്റപ്പെടും എന്നതിൻ്റെ തെളിവായിട്ടാണ് ഞാൻ ഈ ഭാഗം നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചത്. ഇവിടെ നമുക്ക് കാണുവാൻ കഴിഞ്ഞത് ഈ സ്വപ്നങ്ങൾ നാളുകൾക്ക് ശേഷം യോസഫിനോടും സഹോദരന്മാരോടുമെല്ലാം ബന്ധപ്പെട്ട് അത് പൂർത്തീകരിക്കപ്പെടുന്ന അനുഗ്രഹീതമായ ചരിത്രം കാണുവാൻ കഴിയുകയാണ്. ദൈവത്തിൻ്റെ നിർണയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടും, അത് നാം സംശയിക്കേണ്ടെന്ന് ആവശ്യമില്ല. എന്നാൽ അത് ദൈവത്തിൻ്റെ നിർണയങ്ങളായിരിക്കണം. നാം ദൈവത്തോട് പറയുന്ന കണക്കുകൂട്ടലുകളല്ല, നാം നിശ്ചയിക്കുകയും നാം ആഗ്രഹിക്കുകയും ചെയ്യുന്നതെല്ലാമല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിൽ കർത്താവെ, എന്നെക്കുറിച്ച് അങ്ങ് ആഗ്രഹിക്കുന്നത് നിറവേറ്റപ്പെടണം, എൻ്റെ ജീവിതത്തിൽ അങ്ങയുടെ ഇഷ്ടം നടപ്പിലാക്കപ്പെടണം, അതിനായിട്ട് ഞാൻ എന്നെ സമ്പൂർണ്ണമായിട്ട് ഭരമേൽപ്പിക്കുന്നു എന്ന് പ്രാർത്ഥിപ്പാൻ എത്ര പേർക്ക് സാധിക്കും? ദൈവം ചെയ്യുന്നതെല്ലാം നന്മയ്ക്കാണ്. ഒരുപക്ഷെ നമുക്കതിൻ്റെ ആഴം അല്ലെങ്കിൽ അതിൻ്റെ വലിപ്പം ഇതൊന്നും ഈ ഭൂമിയിൽ വെച്ച് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല എന്ന് വന്നേക്കാം. ഒരുപക്ഷെ അതിൻ്റെ പിന്നിലെ ദൈവിക ഉദ്ദേശങ്ങളെക്കുറിച്ചും വ്യക്തമായി നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല എന്നും വന്നേക്കാം. കാരണം നാം സാധാരണ മനുഷ്യരാണ്. എന്നാൽ സ്വർഗത്തിലെ അപ്പൻ ചെയ്യുന്നതെല്ലാം അവിടുത്തെ ഉദ്ദേശത്തിനായിട്ട്, നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് തന്നെ കർത്താവിനോട് നമുക്ക് പറയാം, കർത്താവെ, ഞാൻ ആത്മീകനായി ജീവിപ്പാൻ എനിക്കെപ്പോഴും കൃപ തരണം. അതിനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ജഡത്തിൻ്റെ പ്രവൃത്തികൾ വരാതിരിപ്പാൻ, ഒരു ജഡികൻ എന്ന നിലയിലേക്ക് ഞാൻ താണുപോകാതിരിപ്പാൻ എൻ്റെ ജീവിതത്തിൽ അതിനിടയാകരുത്. വന്നുപോയിട്ടുള്ള കുറവുകൾ അങ്ങ് എന്നോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിപ്പാൻ നമുക്ക് സാധിക്കണം. കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ ആത്മീകരായി തുടരുവാൻ, ദൈവത്തിൻ്റെ നിർണയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടേണ്ടതിന് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിപ്പാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ആനന്ദദായകനാമെൻ പ്രിയനെ കണ്ടിടുമ്പോൾ കണ്ണുനീരെല്ലാം നീങ്ങിടുമേ. ആനന്ദദായകനാമെൻ പ്രിയനെ കണ്ടിടുമ്പോൾ കണ്ണുനീരെല്ലാം നീങ്ങിടുമേ. എൻ്റെ അകന്നിടും എനിക്കാനന്ദമേയുഗായുഗം. എൻ്റെ അകന്നിടും എനിക്കാനന്ദമേയുഗായുഗം. തേജസ്സിൽ യേശുവിൻ പൊന്മുഖം ഞാൻ കാണും കാലമേറ്റം ആസന്നമേ.